ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാൾ ഡെക്കോർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് ഞാൻ കേക്ക് ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിംഗ് റിമൂവ് ചെയ്തതിന് ശേഷം ജെസ്സോ അടിച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ചെയ്ത കുറച്ച് സ്റ്റെപ്സിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട്. പക്ഷെ ഞാനത് എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയാം. അതിനുവേണ്ടി ഞാൻ ടെക്സ്ചർ പേസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ പേപ്പറിൻ്റെ ബിറ്റ്സും ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം ചെയ്തതിന് ശേഷം ഇതുപോലെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ഉണക്കിയെടുത്തിരിക്കുകയാണ്. അപ്പം ഈ ബ്രിക്ക് സ്റ്റെൻസിൽ ഉപയോഗിച്ച് ഇതുപോലെ ഞാൻ കുറച്ച് ബ്രിക്കിൻ്റെ സ്ട്രക്ചേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ടെക്സ്ചർ പേസ്റ്റ് സ്റ്റെൻസിലിൽ വെച്ച് തേച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ഒരു പോർഷനിലേക്ക് കുറച്ച് ബ്രൗൺ പെയിൻറ്റ് സ്പോഞ്ച് വെച്ച് ഡാബ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതുപോലെ കപ്പിളിൻ്റെ ഒരു സ്റ്റെൻസിലുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ടെക്സ്ചർ പേസ്റ്റ് തേച്ചെടുത്തു. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അവിടെ സിൽവർ പെയിൻ്റാണ് ഇപ്പോൾ അടിച്ചു കൊടുത്തത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഗ്രാസ് പോലെ ഞാൻ ഒട്ടിച്ചെടുത്ത ഒരു ഏരിയ ആണ്. ചെറിയ ബിറ്റ്സ് ഓഫ് പേപ്പർ നല്ല സ്ട്രോങ് ഗ്ലൂ വെച്ച് ഒട്ടിച്ചാണ് ഗ്രാസ് പോലെ ചെയ്തത്. ഇനി അതിൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഈ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് അത് ഫൈനലി വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു ചിപ്പ് ബോർഡ് എടുത്തിട്ടുണ്ട്. ആ ചിപ്പ് ബോർഡ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് ഒട്ടിക്കുന്നത് ഹെവി ജെൽ മീഡിയം ഉപയോഗിച്ചാണ്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മെയിൻലി ഒട്ടിക്കുന്നത് ഈ ഹെവി ജെൽ മീഡിയം ഉപയോഗിച്ചാണ്. പ്രത്യേകിച്ച് അൺഈവൻ ആയിട്ടുള്ള സർഫസിൽ എന്തെങ്കിലും ഒട്ടിക്കാനുണ്ടെങ്കിൽ ഇത് വളരെ നല്ലതാണ്. നല്ല സ്ട്രോങ് ഗ്ലൂ ആണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് നേരം ഇരിക്കണം. ഞാൻ യൂഷ്വലി ഓവർനൈറ്റ് വെക്കാറുണ്ട് നന്നായിട്ട് ഒട്ടാനായിട്ട്. പിന്നെ അത് ഒരിക്കലും ഇളകി പോവില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഇനി അതിന് ശേഷം ഈ ഒരു ചോക്ക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. ഈ ടീൽ കളർ ചോക്ക് പെയിൻറ്റ് ഈ ജനലിൻ്റെ അഴികളുടെ ഇടയിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈറ്റ് ഗ്രീൻ കളർ ചോക്ക് പെയിൻറ്റ് അതിൽ ഇടയിലൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ എഡ്ജസിൽ മാത്രം. ഇനി അതിന് ശേഷം കുറച്ച് ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇലയുടെ പോർഷൻ കവർ ചെയ്യാത്ത രീതിയിലാണ് ഒട്ടിക്കുന്നത്. അതിന് ഞാൻ ഹെവി ജെൽ മീഡിയം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെവി ജെൽ മീഡിയം ഞാൻ വാങ്ങിച്ചത് ഇറ്റ്സി ബിറ്റ്സി എന്ന് പറഞ്ഞൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ്. ഇനി നെക്സ്റ്റ് ലീഫ് പോലെ വരുന്ന ആ ചിപ്പ് ബോർഡിൻ്റെ പോർഷൻസിലെല്ലാം സാപ്പ് ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ട് ലൈറ്റ് ഗ്രീനും കൂടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ ഇവിടെ മാത്രം. ഇനി ഞാൻ ബ്രൗൺ കളറും വൈറ്റ് കളറും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അക്രിലിക് പെയിൻ്റാണിത്. സ്പോഞ്ചിൽ ഡാബ് ചെയ്ത് ആ ബ്രിക്കിൻ്റെ അവിടെ ഒന്ന് കൊടുക്കുന്നുണ്ട് ഷെയ്ഡ് ചെയ്ത്. അപ്പോൾ ഇവിടെ ബ്രിക്ക് വെച്ച് കവർ ചെയ്യാത്ത ഒരു പോർഷനിലാണ് കപ്പിളിൻ്റെ ഇതും സ്റ്റെൻസിൽ വർക്കും അതുപോലെ തന്നെ ചിപ്പ് ബോർഡും വെച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയെല്ലാം ഞാൻ ഈ ചെറിയ ലൈറ്റ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഡാർക്ക് ബ്രൗൺ പെയിൻറ്റും കൂടെ ഒന്ന് ഇടയിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങനെ കൊടുക്കാം, കാണുമ്പോൾ ഒന്ന് ഭംഗിയാവുന്നവരെ. ഇനി ഗ്രാസിൻ്റെ പോർഷനിലും ചെറുതായിട്ട് ലൈറ്റ് കളർ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലൈറ്റ് ഗ്രീൻ കളറ്. കപ്പിളുടെ പോർഷനിൽ ഒന്നും കൂടെ ഒന്ന് സിൽവർ കളർ അപ്ലൈ ചെയ്ത് അതൊന്ന് സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനലി അത് ഇരിക്കുന്നത്. ഇനി റെഡ് മെറ്റാലിക് പെയിൻറ്റ് കൊണ്ട് കുറച്ച് ഹാർട്ട്സ് ആ ഒരു പോർഷനിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ സൈഡിൽ കുറച്ച് പോർഷൻസ് അതത്ര ശരിയായി തോന്നിയില്ല, അവിടെ ഗ്രാസ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. സാപ്പ് ഗ്രീൻ കളറ് അക്രിലിക് പെയിൻറ്റ് ഒരു പോയിൻറ്റഡ് ബ്രഷിൽ മുക്കിയിട്ട്
വെച്ചിട്ട് ആണ് ഈ ഗ്രാസ് വരച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഇടയിൽ ലൈറ്റ് കളറും കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് ഗ്രീൻ കളറ്. പിന്നെ ഫ്ലവേഴ്സ് പോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പിങ്ക് കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും കൊണ്ടാണ് ഡോട്ട്സ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അത് ഫൈനലി വരുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ കവർ ചെയ്തോടെ ബെറ്റർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇത് വാളിൽ ഹാങ് ചെയ്യാനായിട്ട് ഫേബർ കാസലിൻ്റെ ടാക്കി ടേപ്പാണ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ ഒരു ബബിൾ ഗം പോലെയാണ് ഇരിക്കുക. അത് വാളിൽ നമുക്ക് ഒട്ടിക്കാം, ചുമരൊന്നും പൊളിഞ്ഞും വരില്ല. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.